ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഓൺലൈനിലായിട്ട് ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്ന അധിക പേരും വരുത്തുന്ന മിസ്റ്റേക്കാണ്. പെർഫ്യൂം അത്തർ ബിസിനസ് ആയിക്കോട്ടെ, ക്ലോത്തിങ് ആയിക്കോട്ടെ, ഏത് ബിസിനസ്സിലും ഇത് ആപ്ലിക്കബിളാണ്. പ്രത്യേകിച്ച് പെർഫ്യൂം അത്തറെല്ലാം ചെയ്യുന്നവർ ഓൺലൈനിലേക്ക് തുടക്ക സമയത്ത് വരാൻ നേരത്ത് അവർക്ക് ഓൺലൈനിൽ നിന്ന് സെയിൽ കിട്ടാതെ വരുമ്പോൾ, അതായത് പരസ്യം ചെയ്യുന്നുണ്ട്, മാർക്കറ്റിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, സെയിൽ കിട്ടാതെ വരുമ്പോൾ അവരാദ്യം തന്നെ കാണിക്കുന്ന ഒരു ടെക്നിക്കാണ് ആ പ്രൊഡക്റ്റിൻ്റെ വില കുറയ്ക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ അബദ്ധം ഇതാണ്. ഒരിക്കലും തുടക്കം തന്നെ വില കുറച്ചല്ല പരീക്ഷണം നടത്തേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു വിലയിൽ എത്തിയത് എങ്ങനെയാണ്? ആ ചെറിയ 100 ml എത്രയാണോ നിങ്ങൾ സെല്ല് ചെയ്യുന്ന ആ ഒരു പെർഫ്യൂം, അതിൻ്റെ റേറ്റ്, ആ ഒരു വിലയിൽ, പ്രൈസിൽ നിങ്ങൾ എത്തിയത് എങ്ങനെയാണ്? അതിൻ്റെ കോസ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഈ വിലക്ക് വിറ്റാലേ എനിക്ക് മുതലാവും, ഈ വിലക്ക് വിറ്റാലേ ഈ പരിപാടി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മെച്ചമുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ആ ഒരു പ്രൈസിൽ നിങ്ങൾ എത്തിയത്. അപ്പോൾ അതിൽ നിന്ന് താഴേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് വലിയ മെച്ചമൊന്നും ഇല്ല എന്നാണ്. പിന്നെ ചിലവർ പറയണേക്കെ സെയിൽ വരട്ടെ എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റിനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം സെയിലിനോടൊപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമ്പോഴാണ് നിങ്ങൾക്ക് ആ ബിസിനസ്, ആ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് നിങ്ങൾക്ക് വളർത്താനായിട്ട് സാധിക്കുള്ളൂ. സെയിലിൽ കിട്ടുന്ന എല്ലാ എമൗണ്ടും നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതിൽ പ്രോഫിറ്റ് മാത്രമാണ് നമുക്ക്, നെറ്റ് പ്രോഫിറ്റ്, ടെക്നിക്കലി പറയും നെറ്റ് പ്രോഫിറ്റ് മാത്രമാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റ് എക്സ്പെൻസുകളും എല്ലാം, കോസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ അത് വളരെ കുറവാണെങ്കിൽ കാര്യങ്ങൾ പ്രശ്നമാവും. ആദ്യം തന്നെ നിങ്ങൾ ഒരിക്കലും പ്രൈസ് കുറച്ചല്ല പരീക്ഷണം നടത്തേണ്ടത്. മറ്റു പരീക്ഷണങ്ങൾ നടത്തി ഏറ്റവും അവസാനം, ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേറൊരു വഴിയില്ല, വില കുറയ്ക്കലല്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ മാത്രം ചെയ്യാൻ വേണ്ടി അവസാനത്തേക്ക് മാറ്റി വെക്കേണ്ട ഒരു സംഗതിയാണ് വില കുറയ്ക്കുക എന്നുള്ളത്. പക്ഷേ എല്ലാവരും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ് പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി വില കുറച്ച്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇത് ചെയ്ത അധികം ആളുകളുടെ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു 10 സെയിലുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ വില കുറച്ചു, 500 എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ 450 ആക്കിയെന്ന് വിചാരിക്കുക. അടുത്ത ദിവസം നിങ്ങളൊരു മാജിക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്ന് വില കുറയ്ക്കുന്നത്. അടുത്ത ദിവസം 10 സെയിൽ തന്നെയുള്ളൂ, ഇന്നും 10 സെയിൽ, നാളെയും 10 സെയിൽ. അതായത് വില കൂടി വന്നപ്പോഴും 10 സെയിൽ, വില കുറച്ചപ്പോൾ ചിലപ്പോൾ 10 എന്നുള്ളത് ചിലപ്പോൾ 11 ആയിട്ടുണ്ടാവും. അപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ഇല്ലല്ലോ. ഇൻഡിവിജ്വൽ സെയിലിൽ നിന്ന് 50 രൂപ കിട്ടേണ്ടിയിരുന്ന ലാഭത്തിൽ നിന്ന് 50 രൂപ നഷ്ടമായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ തുടക്കം തന്നെ മാജിക്കൊന്നും അവിടെ സംഭവിക്കാൻ പോണില്ല. പ്രൈസ് ഒന്ന് കുറച്ചത് കൊണ്ട് സെയിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കൂടുന്നു, ബിസിനസ് അങ്ങോട്ട് ഒരു മാജിക്ക് സംഭവിച്ച് പെട്ടെന്ന് അങ്ങ് അത് സംഭവിക്കാനേ പോണില്ല. ഈ ഹിസ്റ്ററി നിങ്ങളെടുത്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. 10 എന്നുള്ളത് സെയിൽ ചിലപ്പോൾ 11 12 ആയേക്കാം, ചെറിയൊരു ഇൻക്രീസ് കണ്ടേക്കാം. അപ്പോഴും വില കുറച്ചതുകൊണ്ട് മുമ്പ് കിട്ടിയിരുന്ന ലാഭം കിട്ടുന്നില്ല അപ്പോഴും. അപ്പോൾ പ്രൈസ് തൊട്ടിട്ടല്ല ആദ്യം ചെയ്യേണ്ടത്. ഇനി എല്ലാവരും പ്രൈസ് കൂടുതലാണെന്ന് പറയുന്നത്, ആ പ്രൊഡക്റ്റ് ആ വിലക്ക് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിനോടല്ല നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റോങ് ഓഡിയൻസിനോടാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളോടാണ് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ആ വിലയ്ക്ക് മറ്റു പ്രൊഡക്റ്റുകളെല്ലാം വിറ്റ് പോകുന്നുണ്ടല്ലോ, മറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് സെയിൽ വരുന്നുണ്ടല്ലോ, അവർക്ക് എവിടെ നിന്നാണ് കസ്റ്റമർ കിട്ടുന്നത്? അതാണ് പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ മറ്റ് മാർഗ്ഗങ്ങൾ, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും മുമ്പ് നമ്മൾ ചെറിയ സൂചന തന്നായിരുന്നു. യൂട്യൂബിൽ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം അതുണ്ടാവും. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അവിടെ സെയിൽ വരും, റിപ്പീറ്റ് സെയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ മോഡൽസ് കൂടുതൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി അവസാനം മാത്രമാണ് പ്രൈസ് കുറയ്ക്കാൻ പാടുള്ളൂ. തീരെ രക്ഷയില്ല. 1, 2, 3, 4 എന്നുള്ള ഈ 5, 6 മറ്റ് പ്രൈസ് കുറയ്ക്കലല്ലാത്ത മറ്റ് പരീക്ഷണങ്ങൾ നടത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെയിൽ വന്നു കൊടുക്കും. അപ്പോൾ ആ പോയിന്റിൽ വെച്ച് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ആദ്യം പോയി വില കുറച്ചേർന്നെങ്കിൽ ഇതിപ്പോൾ അബദ്ധമായി പോയാനെന്നുള്ളത്. ഇത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അധിക പേരും വരുത്തുന്ന മണ്ടത്തരാണ്. പെർഫ്യൂം അത്തർ ബിസിനസ് ആയിക്കോട്ടെ, ക്ലോത്തിങ് ആയിക്കോട്ടെ, എവിടെയും നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കും. ആദ്യം നമ്മുടെ തലയിൽ വരുന്ന ഒരു ഐഡിയ അതാണ്. ഒരു വിരോധാഭാസമാണ്. വേറെ എന്തൊക്കെ തലയിൽ ഉദിക്കാം, ഇത് തന്നെ വന്ന് ആദ്യം ഉദിച്ചല്ലോ എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നും. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലൈനിൽ സെയിൽ ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വില കൂടിയത് കൊണ്ടല്ല. മേ ബി ചില കസ്റ്റമേഴ്സ് പറഞ്ഞേക്കാം നിങ്ങളുടെ പ്രൈസ് കൂടുതലാണെന്ന്.
നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വില കൂടുതലാണ്, ഇതേ പ്രൊഡക്റ്റ് ഇന്ന സ്ഥലത്ത് പകുതി വിലക്ക് കിട്ടുമല്ലോ. അത് കസ്റ്റമേഴ്സ് സ്ഥിരം, അത് ഏത് ഇൻഡസ്ട്രിയിലും കസ്റ്റമേഴ്സ് പറയുന്നതാണ്. 1-2 പേര് പറഞ്ഞെന്ന് കരുതി അതിനനുസരിച്ച് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരും. പ്രൈസ് മേക്ക് ചെയ്യേണ്ടത് കസ്റ്റമറുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല, നമ്മളുടെ കോസ്റ്റ് എത്രയാണ്, നമുക്ക് എന്ത് വിലയ്ക്ക് വിറ്റാലാണ് നമുക്ക് അത് മുതലാവുള്ളൂ, അതൊരു മെച്ചം. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എക്സ്ചേഞ്ച് ആണല്ലോ. നമുക്ക് വെറുതെ ആരും ഒന്നും തരുന്നില്ല. നമ്മളൊരു വാല്യൂ കൊടുക്കാൻ നേരത്ത്, പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ രൂപത്തിലൊരു വാല്യൂ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ നേരത്ത് ഇൻ എക്സ്ചേഞ്ചാണ് നമുക്ക് അവർ കാശ് തരുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിന് ആവശ്യമുള്ളവരാണ്, കസ്റ്റമറും മാർക്കറ്റിന് ആവശ്യമുള്ളവരാണ്. രണ്ടുപേരും ഒരേപോലെ നിലനിൽക്കണം. കസ്റ്റമറുടെ അഭിപ്രായം മാത്രം കേട്ടിട്ട് കാര്യമില്ല. എല്ലാ ഡിസിഷൻസും കസ്റ്റമറുടെ അഭിപ്രായം മാത്രം കേട്ടെടുക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഡിസിഷൻസ്, കാരണം കോസ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആ ഒരു പ്രൈസിന് വിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിൽക്കുമ്പോഴാണ് നമുക്കതിലൊരു സന്തോഷമുള്ളൂ, നമുക്ക് മെച്ചമുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ പ്രൈസ് കുറയ്ക്കാതിരിക്കുക. ഈ ഒരു ലെസൺ നിങ്ങളെപ്പോഴും മനസ്സിൽ വെക്കുക. കുറച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു മാജിക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു മാജിക്കും അവിടെ സംഭവിക്കാൻ പോകില്ല. സെയിലിൽ ചെറിയൊരു ഇൻക്രീസ് കണ്ടേക്കാം. അപ്പോഴും ആ പ്രൈസ് കൂടി നിന്ന സമയത്ത് കിട്ടുന്ന ആ സെയിലിൻ്റെ ലാഭവും പ്രൈസ് കുറച്ചതിന് ശേഷമുള്ള സെയിലിൻ്റെ ലാഭവും നമ്മൾ എടുത്ത് നോക്കാൻ നേരത്ത് പ്രൈസ് കൂടി നിന്ന ആ സമയത്തുള്ള ലാഭമാണ് നമുക്ക് കൂടുതൽ. ഈവൻ ദോ സെയിൽ കൂടിയിട്ടുണ്ടെങ്കിലും, സെയിലിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും ലാഭത്തിൽ അത് കുറവായിരിക്കും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെയും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും വരാം.